ബിഗ് ബോസ് മലയാളം സീസണുകളിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് അഖിൽ മാരാർ. ദി ബെസ്റ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് തന്റെ പരിശ്രമത്തിലൂടെ തെളിയിച്ച അഖിൽ ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ കപ്പുമായാണ് തിരികെ മടങ്ങിയത്. കഴിഞ്ഞ ദിവസം വീണ്ടും ബിഗ് ബോസിലേക്ക് റീ എൻട്രി നടത്തിയിരുന്നു അഖിൽ. ഇതിന്റെ പ്രൊമോകളെല്ലാം സോഷ്യലെടുത്ത് മില്യൺ കാഴ്ചക്കാരെയും നേടി. ഇതിനിടെ അഖിലിനെതിരെ വിമർശന കമന്റിട്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് നാണമില്ലാതെ വലിഞ്ഞു കയറിപ്പോയി എന്നതായിരുന്നു വിമർശനം. ഇവർക്ക് മറുപടിയുമായി അഖിൽ മാരാർ തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണ്. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ ഓരോന്നിനും അഖിൽ മാരാർ മറുപടി നൽകുന്നുണ്ട്. സിനിമ കാണാത്തവൻ എന്ത് ലാലേട്ടൻ, ക്രിക്കറ്റ് അറിയാത്തവന് എന്ത് സച്ചിൻ, ഫുട്ബോൾ അറിയാത്തവന് എന്ത് മെസ്സി, അതുപോലെ തന്നെ എന്നെ അറിയാത്തവർക്ക് എന്തും പറയാമെന്ന് അഖിൽ പറയുന്നു. അഖിൽ മാരാരുടെ വാക്കുകളാണ് ഇങ്ങനെ. കഴിഞ്ഞ ദിവസത്തെ തന്റെ ബിഗ് ബോസ് എൻട്രി കുറച്ചു പേർക്ക് അസൂയാവാഹമായെന്നും പ്രൊമോ 24 മണിക്കൂർ കൊണ്ട് FBയിൽ 1.5 മില്യൺ, ഇൻസ്റ്റഗ്രാമിൽ 3.2 മില്യൺ, യൂട്യൂബിൽ 7 ലക്ഷം, ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടായാൽ സ്വാഭാവികമായും അസൂയുണ്ടായിരിക്കും. അതുപോലെ താൻ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞു, പിന്നീട് ഷോയിൽ പോയി വിജയിച്ചു, ഇറങ്ങിയ ശേഷം വീണ്ടും കുറ്റം പറഞ്ഞു, എന്നിട്ട് നാണമില്ലാതെ വലിഞ്ഞു കയറിപ്പോയി. ഇതാണ് ഇവരുടെ വാദം. ഇതിൽ ആദ്യത്തെ കാര്യം താൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസിൽ കയറിപ്പറ്റാൻ എന്ത് നാറിയ പണിയും കാണിച്ചു നടക്കുന്ന ചിലരുടെ സ്വഭാവം, ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളുടെ ഷോ കഴിഞ്ഞിട്ടുള്ള പുറത്തുള്ള പെരുമാറ്റം, ഇതാണ് ഷോ കാണാത്ത ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നോ എന്ന ചോദ്യത്തിന് സർക്കാസം നിറഞ്ഞ ഒരു മറുപടി നൽകിയത്. പിന്നീട് തന്നെ വെല്ലുവിളിച്ചപ്പോഴാണ് പോകണമെന്ന തീരുമാനമെടുത്തത്. 1.25 മണിക്കൂറാണ് താൻ ഓഡീഷനിൽ സംസാരിച്ചത്. അവർ തന്നെ എടുത്തത് തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർക്ക് താൻ ഗുണപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആദ്യ ആഴ്ച പുറത്താക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടക്കം ചർച്ച ചെയ്തത്. താൻ ജയിച്ചതിന്റെ കാരണം ഷോ കണ്ടവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. വലിഞ്ഞു കയറി ചെല്ലാൻ തന്റെ ഭാര്യ വീടല്ല ബിഗ് ബോസ് ഹൗസ്. 109 കോടി മുടക്കി ജിയോ ഹോട്ട്സ്റ്റാർ ചെയ്യുന്ന ഒരു ഷോയിൽ അവർ തന്നെ വിളിച്ചത് തന്റെ വിമർശനം സത്യമായിരുന്നു എന്നതുകൊണ്ടും തനിക്ക് ബിഗ് ബോസിൽ പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യതയും കൊണ്ടാണെന്നും ഈ വിമർശിക്കുന്നവർ തിരിച്ചറിയുക. ഇതൊക്കെയാണ് അഖിൽ മാരാരുടെ വാക്കുകൾ. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.